നമസ്കാരം സുഹൃത്തുക്കളെ, MSC ക്രൂയിസിലെ യാത്രകൾ നമ്മൾ തുടരുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ഇതിന്റെ അകത്തുള്ള കാഴ്ചകളാണ്. വിശാലമായി കാണാൻ പോകുന്നത്. ഒരു ബാറുണ്ട്, പിന്നെ വൈകുന്നേരം അവിടെ മ്യൂസിക് പ്രോഗ്രാം ഉണ്ട്, ഗ്രാൻഡ് പിയാനോ ഉണ്ട് ഇവിടെ. ഗ്രാൻഡ് പിയാനോ പാർട്ടി. ഓറ ഗസ്റ്റ് ഓൺലി. ഓക്കെ, ഇത് അടിപൊളി. വിശാലമായ വെയിലൊക്കെ കൊണ്ട് കിടക്കാനുള്ള ചെയർ. ഓക്കെ, പിന്നെ ഇവിടെ കാണാറുണ്ടല്ലോ. മഴ പെയ്തോണ്ടല്ല. ഇതാണ് ഓപ്പൺ പൂൾ. ഓപ്പൺ പൂൾ അടിപൊളി. ആ, 18th ഫ്ലോർ, 18th ഡെക്ക്. ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു വലിയ മാളിലൊക്കെ ചെന്നാൽ കണ്ടുപിടിക്കേണ്ട പോലുള്ള സംവിധാനങ്ങൾ. ഷുമാൻ ഡെക്ക് അല്ലേ? ഫ്ലോർ 16. ഇവിടുത്തെ ഈ ഡെക്കിൻ്റെ പേര് വേറെ, ഓരോ ഡെക്കിനും ഓരോ പേരാണ്. ഡെബുസി ഡെക്ക് 16. ഇവിടുത്തെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിത്ത് ടെക്നോളജി ജിം. ഓ, MSC ജിം. ജിമ്മൊന്ന് കാണാൻ പോവാം. വെറുതെ ഷിപ്പിൽ വന്ന് ഫുഡ് കഴിച്ച് വെറുതെ ഇരിക്കുകയല്ല, ഇവിടെ എല്ലാം ചെയ്യാനുള്ള സംവിധാനങ്ങൾ. പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലം. മാളിൽ ചെന്നാൽ ഇതൊക്കെ ഓ, പിള്ളേർക്ക് വേണ്ടിയുള്ളതാ എല്ലാം. മറ്റേ നമ്മൾ F1 റൈസറിൻ്റെ സ്പോൺസറാണ്. ആ, ഓക്കെ. F1 റൈസിൻ്റെ സ്പോൺസറാണ് MSC. അതിൻ്റെ സൂട്ട്. അലോൻസോ, ഫെർണാണ്ടോ അലോൻസോയുടെ ഇതാണല്ലേ. ഗെയിം സോൺ. Official cruise partner of Formula 1, MSC Cruises. F1 കാർ റേസ് നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാം അടിപൊളിയായിട്ട്. അതിൻ്റെ സിമുലേറ്റർ. ബോളിംഗ്. നേരിട്ട് ഞാൻ ഇതുവരെ ഈ സാധനം കണ്ടിട്ടില്ലായിരുന്നു, ഇപ്പോൾ കാണുന്നത്.
15 മൊത്തം 18th. ഓപ്പൺ പൂളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് ഓപ്പൺ പൂള്. വലിയൊരു സ്ക്രീനുണ്ട് നടുവിൽ. MSC ഓറിയ സ്പായാണ് ഇവിടെ. നമ്മളങ്ങോട്ട് തെർമൽ ഏരിയ, സലൂൺ. ഇവിടെ കയറിയപ്പോൾ ഒരു ചൂടൊക്കെ ഉണ്ട്. സ്പായുടെ ഇവിടെ ചൂടുവെള്ളത്തിൽ കുളി, മറ്റേ കല്ല്. സാൾട്ട് റിലാക്സ്, ഉപ്പിട്ട് നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട്. എടുത്ത് ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട് ഇതിനകത്തൊക്കെ, പക്ഷെ അതുകൊണ്ട് മേളിൽ ഐസ് വീണു. അതെ അതെ, ഐസ് വീണുകൊണ്ടിരിക്കും. കൂളാണ്. അവിടെ ആരും കുളിക്കുന്നുണ്ട്. ചൂട് ഏതെല്ലാം രീതിയിലുള്ള കുളിയുടെ സെറ്റപ്പാണ് ഇവിടെ. മാസ്റ്റേഴ്സ് ആദ്യം നമുക്കിത് കാണാം. ബ്രോഡ്കാസ്റ്റിംഗ് റൂമിൽ ചെറിയ കരോക്കെ കാണാം. ഇതിൽ പ്രൊമനേഡ് എന്ന് പറയും. പ്രൊമനേഡ് രാത്രി 9 മണിക്കൊക്കെ ഇതിനകത്ത് ഷോ ഇടും ഓരോ വീഡിയോസ്. പ്രൊമനേഡ് ഇത് കാണാൻ കുറേ ആൾക്കാരുണ്ടാവും. ഇതിൻ്റെ മേളിൽ ചൈനീസ് ന്യൂ ഇയർ ഉണ്ടായിരുന്നല്ലേ, അതിൻ്റെയാണ്. ഹാപ്പി ചൈനീസ് ന്യൂ ഇയർ 2020. ചൈനക്കാരുടെ ന്യൂ ഇയർ ആയതേ ഉള്ളായിരുന്നു. അതിൻ്റെ ഒരു ചോമ്പുമായുണ്ട്. ചൈന മൊത്തം റെഡിഷ് ആൻഡ് പിന്നെ ഡ്രാഗൺ. ഡ്രാഗൺ ഇല്ലാത്ത പരിപാടി. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കും. പിന്നെ അനൗൺസ്മെൻ്റ് ഒക്കെ നടത്താൻ വേണ്ടി ബ്രോഡ്കാസ്റ്റിംഗ് റൂമാണ് അവിടെ. ഓക്കെ. ഷാമ്പയിൻ ബാർ. നടക്കാനുള്ള സ്ഥലമുണ്ട്. ഇച്ചിരി ഓപ്പൺ ആക്കിയിട്ട്. ഓക്കെ. ഡെക്കിൻ്റെ പേര് വെർഡി ഡെക്ക്. വെർഡി ഡെക്ക് 7th ഫ്ലോറിൽ. വെർഡി ഡെക്ക്. ഇതൊരു വാക്ക് വേ ആണ്. വാക്ക് വേ. വെളിയിലത്തെ ടെർമിനൽ, ഓഫീസ്.
ലൈഫ് റാഫ്റ്റുകളാണ് ഇതെല്ലാം ഇരിക്കുന്നത്. ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് നൂർന്ന് വരും. എന്നിട്ട് വട്ടത്തിലുള്ള നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അത് ആൾക്കാർ രക്ഷപ്പെടാൻ എന്തെങ്കിലും അപകടം ഉണ്ടായ. ഇത് ലൈഫ് ബോട്ട്. ഈ ലൈഫ് MSC വെർട്ടോസ വാലറ്റ, അതാണ് ഈ ലൈഫ് ബോട്ടിൻ്റെ റേസ്. ഇതിൻ്റെ കപ്പാസിറ്റി 314 ആൾക്കാരെയാണ് ഈ ഒരു ലൈഫ് ബോട്ടിൽ കൊള്ളുന്നത്. 314. 3 ലൈഫ് ബോട്ട് ഇവിടെ തന്നെ ഉണ്ട്. അതുപോലത്തെ 3 അല്ല 4 പുകവലിക്കാർക്ക് വേണ്ടിയുള്ള സ്ഥലമാണിത്. ഗസ്റ്റിന് വിശാലമായി നിന്നും ഒക്കെ വലിക്കാം. പുറത്തെ കാഴ്ചകൾ കണ്ടൊന്ന് വലിക്കാം. ഇന്നിപ്പം ചെറിയ മഴ പെയ്തുകൊണ്ട് ഇതിലൊക്കെ വെള്ളമുണ്ട് കുറച്ച്. ഓ, റൈഡാണ് ഇത് ഏരിയ അല്ലേ? ഇവിടെ ഷോ ചെയ്യുന്നത്. ഓക്കെ. ഇതൊരു ഷോ ഒക്കെ നടക്കുന്നൊരു സ്റ്റേജും ഡെക് 7ൻ്റെ ഏറ്റവും പുറകിലുള്ള സ്ഥലമാണിത്. ഇവിടെ ഒരു സ്റ്റേജും ഇവിടെ ഭയങ്കര ഷോ ഒക്കെ നടക്കുന്നതാണ്. നല്ല സെറ്റപ്പ്. നടുക്ക് സ്റ്റേജ്, ചുറ്റും വട്ടത്തിൽ. MSC എന്നുള്ളത് നടുക്കത്ത് ഇങ്ങോട്ട് തുറന്ന് സ്റ്റെപ്പായിട്ട് ഇറങ്ങി വരും. അതേ ഇറങ്ങി ഇവിടെ നിന്നല്ലേ ഈ MSC എഴുതിയിരിക്കുന്ന കാണുന്നിടത്തുനിന്ന് അത് തുറന്നിട്ട് അതിൽ നിന്ന് ആൾക്കാർ ആർട്ടിസ്റ്റുകൾ ഇറങ്ങി വരും. സ്റ്റെപ്പ് പോലെ ഇങ്ങനെ താഴോട്ട് സ്റ്റെപ്പ് വന്ന് ഇറങ്ങി വരും. തൂങ്ങി വരും. ഓക്കെ. നിറയെ ലൈറ്റ്സും മൊത്തം മേളിൽ മൊത്തം തലയുടെ മുകളിലിരിക്കുന്ന മൊത്തം സ്പീക്കറുകളും ലൈറ്റ്സും ആണ്. ഷിപ്പിൻ്റെ ഏറ്റവും പുറകുവശമാണ്. കണ്ട് റോപ്പിട്ടെല്ലാം ഇവിടെ കെട്ടി സെക്യൂർ ചെയ്തിട്ടുണ്ട് ഷിപ്പിന്. ടോയിങ് ബോട്ടാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. ഇത് ഡെക് 7. ഇതിന്റെ പേര് കാരോസൽ പ്രൊഡക്ഷൻസ് എന്നാണ്. കാരോസൽ പ്രൊഡക്ഷൻസ് അറ്റ് സീ. ഇവരാണ് ഇവിടെ കലാപരിപാടികൾ, ഷോയൊക്കെ നടത്തുന്നവർ. അപ്പോൾ ഇനി ഒരു കാസിനോയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓ, കാരോസൽ പ്രൊഡക്ഷൻസ്. മൈ ഗോഡ്, നൈസ്. വാ, ഒരു വേറൊരു ലോകത്തെത്തിയ പോലെ. ഇതെല്ലാം കാശ് വെച്ച് കളിക്കുന്ന പരിപാടികളാണ് മുഴുവൻ. ഇത് ഞാൻ ഇതിൻ്റെ കളിയെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്കറിയില്ല. അവിടെ ഉണ്ട് എൻ്റെ കോയിൻസൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. ടോക്കൺസ് പോലത്തെ സാധനം. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ആ സാധനം തന്നെ. ആ ബോൾ വന്ന് നിൽക്കുന്ന ആ നമ്പറിൽ കാശ് കിട്ടും, അങ്ങനെ കണ്ടല്ലേ? യെസ്, അത് തന്നെ. സൂപ്പർ. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കൂടെ ഒക്കെ നടക്കുന്ന പോലുള്ളൊരു ഗ്ലാസ്സാണിത്. നടക്കാമല്ലോ അല്ലേ അതിൻ്റെ പുറത്തൂടെ? സ്ട്രോങ് അല്ലേ? താഴെ കുഴിയിലോട്ട് പോകുന്നൊരു ഇതുണ്ട്. ഞാനീ ഫ്രെയിമിൽ കൂടെ നടക്കാം. മിററാണ് അടിയിലും തോന്നുന്നു.
ഇതിനുള്ളിലെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല. ഇനി ഏറെ കാഴ്ചകൾ കാണാനുണ്ട്. ഇത്ര നേരം വായിച്ചത് എല്ലാവർക്കും നന്ദി. ബാക്കിയുള്ള കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വരാം. ബൈ.